ഹലോ. അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. സാറ് പറഞ്ഞനുസരിച്ച് ഞാനത് വൈറ്റ് കളർ വെച്ച് മായ്ച്ച് കളയാണ്. ഇനി എന്നിട്ട് ബാക്കി ചെയ്യണം. ഈ ഒരു സെക്ഷൻ, അതായത് ഇവിടുത്തെ ഈ ഒരു സെക്ഷനും കൂടെ നമുക്കിനി മായ്ക്കണം. ഇവിടെ ഉണ്ട്, അത് നമുക്ക് വൈറ്റ് വെച്ച് അടിക്കാം. ഇത് വെച്ച് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് വൈറ്റ് വെച്ച് എല്ലാ മിസ്റ്റേക്കുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ മിസ്റ്റേക്ക് നമ്മൾ മൊത്തം വൈറ്റ് അടിച്ച് മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ബ്ലൂ കളറ്, റെഡ് കളറ്, യെല്ലോ കളറ്. ഇത് മൂന്നും മതി. പിങ്കും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, സ്കൈയുടെ ഒരു ചെറിയ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഭാഗം പോർഷൻ വരുന്നതൊക്കെ നമ്മൾ താമരയല്ലേ, താമരയിലിരിക്കുന്ന ഗണപതിയല്ലേ, അപ്പം വെള്ളം അത് സ്കൈ ബ്ലൂ കളർ തന്നെ കൊടുക്കാം. ഇവിടെ സ്കൈ ബ്ലൂവിന് പകരം ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ വൈലറ്റ്, ഈ ബ്ലൂ കളർ, അത് മൊത്തത്തിലൊന്ന് വെള്ളം ടച്ച് ചെയ്ത് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കതൊന്ന് ചെയ്യാം, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. ഇത്രയായിരിക്കും അല്ലേ കാണാൻ പറ്റുക. ജസ്റ്റ് ടിപ്പിൽ മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പം നമ്മൾ സ്കൈ ബ്ലൂ കളറ്, അതായത് ബ്ലൂ കളറ് നമ്മൾ ബ്ലെൻഡ് ചെയ്തു. ഞാനിവിടെ എടുത്തിരിക്കുന്ന കളറെന്ന് പറയുന്നത് ഈ ബ്ലൂ കളറാണ്. അപ്പോഴാണ് വൈറ്റിൻ്റെ കൂടെ ഇത് വന്നപ്പോഴാണ് ഈ കളറ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പം നമുക്ക് പിങ്ക് കളർ അടിക്കണം. പിങ്ക് കളറ് ജസ്റ്റ് ഒന്ന് ഈ സൈഡിൽ, ഇവിടെ ഈ സൈഡിലോ അല്ലെങ്കിൽ ഇപ്പുറത്തോ സൈഡിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അല്ലെങ്കിൽ റെഡ് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പം ആ ഒരു ഷെയ്ഡിങ് നമുക്ക് കിട്ടും. ചെറിയ ബ്രഷാണ് ഇപ്പോൾ എടുക്കുന്നത്, നല്ല ബ്ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ സൈഡ് കാണിക്കാം. ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കട്ടെ. അതപ്പം നമ്മളങ്ങനെ ബ്ലെൻഡ് ചെയ്തു. പക്ഷേ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. കുറച്ച് പോർഷൻസ് മാത്രം. ഫസ്റ്റ് നമ്മൾ പിങ്കിന് പകരം റെഡല്ലേ എടുത്തത്, അപ്പം അതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വൈറ്റുമായിട്ടൊന്ന് ഇതാ മിക്സ് ആവുന്നിടം വരെ. അതുപോലെ തന്നെ ഇവിടെ ഈ മേളിൽ അത് ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്പം നല്ല വൃത്തിയായിട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓറഞ്ച് കുറച്ചെടുത്താൽ മതി. ഓൾറെഡി ഇതേ കാണും, ഇത്രയും മതി നമുക്ക്. അമ്മ അവൻ്റെ കൂടെ ഇരിക്കുക, കഴിപ്പിക്കാൻ നോക്കുക. ഞാൻ ആ സമയം ഇവിടെ ഇരുന്ന് പെയിൻറ്റിങ്. കൊള്ളാമല്ലേ, നല്ല സ്നേഹസമ്പന്നയായ അമ്മ. പിന്നെ ഈ പിങ്കും ഇതും കൂടെ ചേരുന്ന മിക്സ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ ബ്ലെൻഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇനിയിപ്പം നമുക്ക് യെല്ലോ വേണം. യെല്ലോ ഒന്ന് എടുക്കാണ്. ഇത് മതി, കുറച്ച് പോർഷൻസ്, അതുകൊണ്ട് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഈ സൈഡ് അങ്ങ് ചെയ്യുവാണേ. വാങ്ങിപ്പോ ഇനി അതെല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ആക്കുന്ന രീതി. എന്തോ ഞാൻ പറയാൻ വരുന്ന സമയത്ത് അമ്മ അങ്ങനെ എൻ്റെ പൊന്നോ. അപ്പം ഇങ്ങനെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ പോർഷൻ മുതൽക്ക് ഈ താഴെ വരെ നമുക്ക് വൈറ്റ് ആദ്യം അടിക്കാം, എന്നിട്ട് ആ ബ്ലൂ കളർ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇതായിക്കോളും.
സ്കൈ ബ്ലൂ ചെറുതായിട്ട് കൊടുത്താൽ മതി. സ്കൈ ബ്ലൂ ഇവിടെ ഇരിക്കട്ടെ. എല്ലായിടത്തും നല്ല രീതിയിൽ കൊടുത്ത് നോക്കാം. ആ കൂട്ടത്തിൽ തന്നെ യെലോയും ചേർത്തങ്ങ് പോകാം. സോറി, യെല്ലോ അല്ല, ബ്ലൂ. നമുക്ക് പിന്നെ പെയിൻറ്റിങ്സ് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ, ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റാകുന്നുണ്ടോ? ഇതിപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിൻ്റെ ഡിഫറൻസ് കണ്ടോ? വൈറ്റ് അടിച്ചു, ആ ഡാർക്ക് ബ്ലൂ അടിച്ചു. ഡാർക്ക് ബ്ലൂ ഒന്നും കൂടെ കാണിച്ചു തരാം. അതാണ്ട് ഈ ബ്ലൂ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കളറാണ് നമുക്ക് കിട്ടിയത്. എല്ലായിടത്തും നല്ല രീതിയിൽ കൊടുക്കാം. ഇനി നമുക്കത് ഫുള്ള് കൊടുത്തിട്ട് കാണാം. ബ്ലെൻഡിങ് നല്ലൊരു പരിപാടി തന്നെ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാവേ. വൈറ്റ് ഇപ്പം ലാസ്റ്റ് അടിച്ചേക്കുന്നത്. ഇനി നമുക്ക് ബ്ലൂ കുറച്ചെടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഇടയ്ക്കൊന്ന് ക്യാമറയിലോട്ട് നോക്കണം, ഇല്ലെങ്കിൽ അത് പോക്കാം. വീഡിയോ കറക്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഫോട്ടോ ഇങ്ങനെ ഇത്രയും ഷെയ്ഡിങ്ങിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വൈറ്റ് തന്നെ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതാകുമ്പം ഒരു എന്താ പറയുക, ആകാശത്തിൻ്റെ ആ ഒരു കുറച്ച് പോർഷനും കിട്ടും. ബാക്കി ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് സ്കൈ ബ്ലൂവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. ഇനിയുള്ളത് ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക പഴയതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം.